മഹാരാഷ്ട്രയിൽ താനെ മുംബ്രയിൽ ലോക്കൽ ട്രെയിനിൽ നിന്ന് വീണ് 6 പേർ മരിച്ചു. ദിവയ്ക്കും മുംബ്ര ലോക്കൽ സ്റ്റേഷനുകൾക്കും ഇടയിലാണ് സംഭവം. വിവരങ്ങളുമായി പ്രേംലാൽ മുംബൈയിൽ നിന്ന് ചേരുകയാണ്. പ്രേംലാൽ, ദാരുണമായ സംഭവമാണ്. മുംബൈയുടെ ജീവനാഡിയാണ് ഈ ലോക്കൽ ട്രെയിനുകൾ എന്ന് പറയുന്നത്. അതിൽ തൂങ്ങി നിന്നുള്ള യാത്രകളൊക്കെ നമ്മൾ പതിവായി കാണുന്നതാണ്. അത്തരത്തിലുള്ള യാത്രയാണോ ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചത്? തീർച്ചയായും മനു പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ദുരന്തം, വലിയൊരു അനിഷ്ട സംഭവമാണ് ഇന്ന് രാവിലെ മുംബൈയിലുണ്ടായത്. മുംബൈയിലേക്ക് പോകുന്ന തിരുവാളിയിൽ നിന്ന് പുറപ്പെട്ട ഒരു ഫാസ്റ്റ് ട്രെയിനാണ്. വലിയ തിരക്കുള്ള ഒരു ട്രെയിനാണ്. താനേക്കടുത്ത് മുംബ്രയ്ക്കും ഗീവ സ്റ്റേഷനും ഇടയ്ക്ക് ട്രെയിൻ വലിയ രീതിയിലുള്ള ഒരു കുലുക്കത്തിന്റെ ആഘാതത്തിൽ തെറിച്ചു ഒഴുകിയായിരുന്നു. 10-12 പേര് തെറിച്ചു ഒഴുകിയായിരുന്നു. 6 പേർ ഉടനടി മരിച്ചു. 8 പേർ ഇപ്പോൾ ആശുപത്രിയിലാണ്. 8 മുതൽ 12 പേർ വരെ ലോക്കൽ ട്രെയിനിൽ നിന്ന് വീണതായിട്ടാണ് റിപ്പോർട്ടുകൾ. തിരക്ക് മൂലമാണ് വീഴ്ച സംഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഇപ്പോഴും വ്യക്തമല്ല. പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്റ്റേഷനിൽ വെച്ചാണോ സംഭവം ഉണ്ടായത്? സ്റ്റേഷനിലാണോ ഈ അപകടം നടന്നത്? അല്ല, സ്റ്റേഷനല്ല. ഒരു പുസ്തക എക്സ്പ്രസും കസേര ലോക്കലും പരസ്പരം മുറിച്ചു കിടക്കുമ്പോൾ ആണ് ഈ ഒരു ഫാസ്റ്റ് ട്രെയിൻ ഇതിന്റെ ഇടയിലൂടെ പോയിരുന്നത്. ഈ സംഭവത്തിൽ വലിയൊരു കുലുക്കമുണ്ടായിരുന്നതാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നവർ പറയുന്നത്. ഈ ഓപ്പോസിറ്റ് പോയ എക്സ്പ്രസ് ട്രെയിൻ വലിയ വേഗത്തിൽ പോയതിന്റെ ഒരു ആഘാതമാണോ അത്? അതെ, ഇതും ഒരു ഫാസ്റ്റ് ട്രെയിൻ തന്നെയായിരുന്നു. അതും ഈ ട്രെയിനും വളരെ വേഗത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോ സംഭവിച്ച ഒരു ആഘാതമായിരുന്നു. പെട്ടെന്ന് മരണകാരണം ഭീതി മൂലമായിരിക്കണം. പെട്ടെന്ന് തെറിച്ചു വീണ ഭീതി മൂലമാണ് പലരും ആഘാതത്തിൽ മരിച്ചതെന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇന്ത്യൻ റെയിൽവേയുടെ എത്ര പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്? 6 പേർ മരിച്ചു. പരിക്കേറ്റത് എത്ര പേർക്കാണ്? അവരുടെ ആരോഗ്യത്തിനെ കുറിച്ച് വല്ലതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? 8 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 12ഓളം പേര് വീണതായിട്ടാണ് പറയുന്നത്. ബാക്കിയുള്ളവരുടെ പരിക്കാത്ര ഗൗരവമായിരിക്കില്ല. അതുകൊണ്ടായിരിക്കണം 8 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇന്ത്യൻ റെയിൽവേയുടെ കണക്കനുസരിച്ച് ട്രെയിനിനുള്ളിലെ അമിതമായൊരു തിരക്കാണ് ഇതിനൊരു കാരണമായിട്ട് പറയുന്നത്. ശരി, ഏതായാലും തിരക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഉള്ളിൽ കയറാതെ പലരും വാതിക്കൽ നിന്ന് സഞ്ചരിക്കുന്നത് ഒരു പതിവ് കാഴ്ച തന്നെയാണ്. വലിയൊരു സാഹസിക യാത്രയാണ് പലപ്പോഴും ഇത്തരം ലോക്കൽ ട്രെയിനുകളിൽ. ഈ ലോക്കൽ ട്രെയിനിൽ കയറി പറ്റുക എന്നത് തന്നെ മുംബൈയിൽ ഒരു സാഹസികമായ ദൗത്യമാണ്. അപ്പൊ ഈ രാവിലെയും വൈകിട്ടും അഭൂതപൂർവമായ ഒരു തിരക്കാണ് ഉണ്ടാകുന്നത്. പലരും തൂങ്ങിക്കിടന്നാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന, വിചാരിക്കാതെ ഉണ്ടാകുന്ന ഒരു ആഘാതത്തിൽ പെട്ടെന്ന് തെറിച്ചു വീഴുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ശരി, ഏതായാലും ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. 6 മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞു പോയിരിക്കുന്നത്. ട്രെയിനിൽ തൂങ്ങിക്കിടന്നവർ അല്ലെങ്കിൽ ആ രീതിയിൽ തിക്കിത്തിരക്കി യാത്ര ചെയ്തവർ പുറത്തേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. വിവരങ്ങളാണ് പ്രേംലാൽ മുംബൈയിൽ നിന്ന് നൽകിയത്.